Good morning, all. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Okay, good morning. ഇന്നലെ എടുത്തത് നിങ്ങൾ വായിച്ചു നോക്കിയിരുന്നോ? Yes, ma'am. എങ്ങനെയുണ്ടായിരുന്നു? വായിച്ചിട്ട് ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഇല്ല മാം, ക്ലിയർ ആവുണ്ട്. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. മാം ഓൾ മ്യൂട്ട് കൊടുക്കുവോ? അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഹ്യൂമൻ റിസോഴ്സസ്, അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെ. പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലായി ഏതൊരു സ്ഥാപനമാണെങ്കിലും അവര് ലക്ഷ്യം നേടിയിരിക്കണമെങ്കിൽ പ്രധാനമായിട്ടും വേണ്ടിയിരിക്കുന്നത് അതിന്റെ അല്ലെ ആ ഒരു പേഴ്സന്റെ എഫിഷ്യൻസി അത് കാര്യമായിട്ട് വിനിയോഗിച്ചാൽ മാത്രമാണ് ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അത് തന്നെ എപ്പോഴും മൈൻഡിലേക്ക് കൊണ്ടുവരാം. ആ ഹ്യൂമൻ റിസോഴ്സസിന്റെ പ്രാധാന്യം അതുകൊണ്ട് തന്നെ ഉള്ളത് കൊണ്ട് തന്നെ അത് വെച്ചിട്ടാണ് ഈ ലെസൺ അല്ലെ ഈ ഒരു ചാപ്റ്ററിലെ എല്ലാ ടോപ്പിക്കിലും അത് വരുന്നത്. അപ്പൊ നമ്മൾ ലാസ്റ്റ് കണ്ടത് എന്താണ്? ഹ്യൂമൻ റിസോഴ്സസ് പ്ലാനിങ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൽ നമ്മൾ കണ്ടെത്തി എന്താണോ എവിടെയാണോ വേക്കൻസികൾ വരാൻ സാധ്യതയുണ്ടാകുക, അപ്പൊ മതിയായ എത്രത്തോളം എണ്ണം വേക്കന്റ് ആയിട്ട് വരും, അവിടെ കൃത്യമായ രീതിയിൽ ഏത് ജോലിയാണോ വേക്കന്റ് ആയിട്ട് വരുന്നത് ആ ജോലിക്ക് അനുസൃതമായിട്ട് തന്നെ പോസ്റ്റ് ചെയ്യണം അത്രയും പേഴ്സൺസിന്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നേരത്തെ കൂട്ടി പ്ലാനിങ് എന്താണ് മാനേജ്മെന്റ് തലത്തിൽ ഉണ്ടായിരിക്കണം. അപ്പൊ അതാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്നതിൽ നിന്ന് വ്യക്തമാക്കി തരുന്നത്. ഇനി അതിന്റെ പ്രോസസ്സ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട പ്രോസസ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയത്. 1, 2, 3, 4 പോയിന്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് നിർത്തിയായിരുന്നു. എന്നാലും ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഫസ്റ്റ് പറയുന്നത് ടു ഡിസൈഡ് ഗോൾസ് ഓർ എയിംസ്. അതായത് നമ്മൾ തീരുമാനിക്കണം അല്ലെ, ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഫിറ്റായ അതിന് ആ ഒരു ജോലിക്ക് അനുയോജ്യമായ വ്യക്തികളെ കണ്ടെത്തുക എന്നുള്ളത് തീരുമാനമെടുക്കേണ്ടതുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ദ മെയിൻ പർപ്പസ് ഈസ് വൺ ഓഫ് ദ മാച്ചിങ് ഓർ ഫിറ്റിംഗ് എംപ്ലോയി. അതായത് ഏത് വേക്കന്റ് ആണോ അവിടെ അനുയോജ്യമായ എംപ്ലോയിയെ നമ്മൾ അത്രയും കഴിവുള്ള എംപ്ലോയിയെ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അത് ആവശ്യമായിട്ട് വരുന്നതാണ്. അപ്പൊ അത് പ്രസന്റ് അറേഞ്ച്മെന്റിൽ നമുക്ക് ഇൻ കേസ് ഓൺ ഫ്യൂച്ചർ ഇൻസ്റ്റീഡ് ഓഫ് എ പ്രസന്റ് അറേഞ്ച്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രസന്റിലെ അറേഞ്ച്മെന്റ് അനുസരിച്ചിട്ട് ഇനി വരാനായിട്ടുള്ള സാധ്യതയുണ്ട് എങ്കിൽ അത് ഊന്നി പറഞ്ഞുകൊണ്ട് അതാണ് എംഫസൈസ് എന്ന് പറഞ്ഞത്. എംഫസൈസ് എന്ന് പറയുമ്പോൾ ഊന്നി പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആ ഒരു പ്രസന്റ് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അത് ശരിയായിട്ടാണോ, നേരത്തെ ഡിസൈഡ് ചെയ്തിരുന്ന പേഴ്സൺസ് തന്നെയാണോ ഇപ്പോ ഉള്ളത് അല്ലെ, അത്ര അതിനേക്കാൾ കൂടുതൽ ആവശ്യകത വന്നോ, അത് എന്തായാലും ഇനിയും എന്തെങ്കിലും വരുമ്പോൾ കൂടുതൽ പേഴ്സൺസിന് ഇങ്ങനെയുള്ള ഗ്യാപ്പുകൾ വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് തീരുമാനമെടുക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് എന്താണ്? ടു എസ്റ്റിമേറ്റ് ഫ്യൂച്ചർ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് മാൻ പവർ നീഡ്സ്. അതായത് ഇൻ കേസ് ആ ഒരു സ്ഥാപനം അത് ഫ്യൂച്ചറിൽ ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് വികസിപ്പിക്കുകയാണെങ്കിൽ അപ്പോഴും എന്താണ് വേക്കൻസി വരാനുള്ള സാധ്യതയുണ്ട് അല്ലെ. നിലവിൽ എത്രത്തോളം പേഴ്സൺസ് ഉണ്ട് ആ പേഴ്സൺസിന്റെ എബിലിറ്റി അനുസരിച്ചിട്ട് കഴിവുകൾ അനുസരിച്ചിട്ട് തന്നെ അവരെ നമ്മൾക്ക് ഇപ്പോഴത്തെ നിലവിലനുസരിച്ചിട്ട് അപ്പോയിന്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് അവിടെ വരാനുള്ള സാധ്യത നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. വീണ്ടും എന്താണ് ഭാവിയിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും വേക്കൻസികളെല്ലാം ഇത്തരം പേഴ്സൺസിൻ്റെതായിട്ട് വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യണം. ദ മാനേജ്മെന്റ് മസ്റ്റ് ഇവാലുവേറ്റ് ദ സ്ട്രക്ചർ ഓഫ് ദ ഓർഗനൈസേഷൻ അറ്റ് എ ഗിവൺ പോയിന്റ് ഇൻ ടൈം. ഫോർ ദിസ് ഇവാലുവേഷൻ ദ നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് എംപ്ലോയീസ് റിക്വയർഡ് മസ്റ്റ് ബി ഡിറ്റർമിൻഡ്. അപ്പൊ എത്രത്തോളം എംപ്ലോയീസ് വരാൻ സാധ്യതയുണ്ട് എന്ന് തീരുമാനം എടുക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് പ്രോസസ്സ് പറയുന്നത് ടു ഓഡിറ്റ് ഹ്യൂമൻ റിസോഴ്സസ്. അതായത് അവലോകനം ചെയ്യുക, ആ ഒരു ഹ്യൂമന്റെ ആ ഒരു വിഭവശേഷിയെ കുറിച്ച് അവലോകനം ചെയ്യുക എന്നുള്ളതാണ്. അതിലെന്താ പറയുന്നത്? വൺസ് ദ ഫ്യൂച്ചർ ഹ്യൂമൻ റിസോഴ്സസ് നീഡ് ആർ എസ്റ്റിമേറ്റഡ്, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഡിസൈഡ് ദ പ്രസന്റ് സപ്ലൈ ഓഫ് എ മാൻ പവർ റിസോഴ്സസ്. അതായത് ഇപ്പൊ നിലവിൽ നമ്മൾ ഭാവിയിലേക്ക് നമ്മൾ വിചാരിക്കുകയാണ് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ. ഇപ്പൊ നിലവിൽ എന്തെങ്കിലും വേക്കന്റ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ മസ്റ്റ് ആയിട്ടും ഫില്ല് ചെയ്ത് നല്ല തരത്തിൽ പോകേണ്ടതുണ്ട് അല്ലെ. ഇപ്പൊ ഗ്യാപ്പ് വരാനായിട്ട് പാടുള്ളതല്ല. ദിസ് ഇസ് ഡൺ ത്രൂ വാട്ട് ഈസ് കോൾഡ് സ്കിൽ ഇൻവെന്ററി.
ഇതിൽ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം സ്കിൽ ഇൻവെന്ററി ആണ്. എന്താണ് സ്കിൽ ഇൻവെന്ററി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് അവിടെയുള്ള വർക്കേഴ്സ്, ഏത് സ്ഥാപനമാണോ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാരുടെ എന്താണ് ക്വാളിഫിക്കേഷൻസ്, അവരെന്തായാലും നമ്മളെ എന്തായാലും അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻസ് അല്ലെ, എവിടെയാണെങ്കിലും ഏത് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോഴും നമ്മുടെ അക്കാദമിക് ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും എല്ലാം അല്ലെ, ഏജും കാര്യങ്ങളെല്ലാം അവർ നോട്ട് ചെയ്തിട്ടുണ്ടോ. അപ്പൊ അവിടെ അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ഥാപനത്തിൽ ഇനി വേക്കൻസികളെല്ലാം വരുമ്പോൾ ഈ മതിയായ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഉള്ള പേഴ്സണെ കൊണ്ട് നികത്താൻ പറ്റുമെങ്കിൽ ആദ്യം തന്നെ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഒരു മേലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഗ്യാപ്പുകളാണ് എങ്കിൽ ആദ്യം തന്നെ പ്രൊമോഷൻ കൊടുത്ത് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയാണ് ഏതൊരു സ്ഥാപനവും ചെയ്യുന്നത്. അതാണ് സ്കിൽ ഇൻവെന്ററി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സ്കിൽ ഇൻവെന്ററി എന്ന് പറയുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നവരുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ് എല്ലാം മസ്റ്റായിട്ടും അവിടെ നോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവിടെ ഏതെങ്കിലും വേക്കൻസികൾ പുതിയതായിട്ട് വരികയാണെങ്കിൽ ആദ്യം തന്നെ ഇത്തരം എക്സ്പീരിയൻസും ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സണെ കൊണ്ട് നികത്താൻ പറ്റുന്നതാണോ എങ്കിൽ അത് നികത്തും. വീണ്ടും എന്തെങ്കിലും അല്ലെ, നമ്മളിപ്പോ ഒരു നികത്തിൽ വന്നു കഴിഞ്ഞാൽ താഴെ തട്ടിലുള്ളവർക്ക് വേക്കൻസികൾ വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവരെ റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തി നമുക്ക് ഫ്രഷേഴ്സിനൊക്കെ കണ്ടെത്തി അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അപ്പോയിന്റ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് പറഞ്ഞു നിർത്താം. സ്കിൽ ഇൻവെന്ററി. എ സ്കിൽ ഇൻവെന്ററി കൺസിസ്റ്റ് ഓഫ് data about each employee's skills, abilities, work preference and other items of information indicating his overall value to the company. അപ്പൊ കമ്പനിയിൽ ഓരോ വ്യക്തികളുടെയും ഓരോ എംപ്ലോയീസിന്റെയും സ്കില്ലുകൾ, കഴിവുകൾ, അതേമാതിരി തന്നെ മറ്റേ അല്ലെ ഏത് തരത്തിൽ ഇപ്പൊ നമുക്ക് അറിയാം, ഒരു ഹോസ്പിറ്റലാണെങ്കിലും ഏതൊരു സ്ഥാപനമാണെങ്കിലും അവർക്ക് എന്തെങ്കിലുമൊക്കെ ടാർജറ്റ് കൊടുത്തിട്ടുണ്ടാവും അല്ലെ, എന്തെങ്കിലും ടാസ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അവരത് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ലേബലിൽ ഈ കുട്ടി അല്ലെ, ഈ ഒരു എംപ്ലോയി നല്ല ഏബിൾ ആയിട്ടുള്ള എംപ്ലോയി ആണെന്ന് അവിടെ കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവരെ സംബന്ധിച്ച് എക്സ്പീരിയൻസ്, ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ പെർഫോമൻസ് ഇതെല്ലാം തന്നെ ആ സ്കിൽ ഇൻവെന്ററിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അത് വെച്ചിട്ടാണ് ആദ്യം വരുന്ന വേക്കൻസികൾ, മുകളിൽ തട്ടുകളിലുള്ള വേക്കൻസികൾ ആദ്യം തന്നെ ഫില്ല് ചെയ്തു പോകുന്നത്. But to audit human resources, once the future human resource need are estimated, the next step is to decide the present supply of manpower resources. ഇവിടെ നിലവിലുള്ള ആ ഒരു സപ്ലൈ ഉള്ള അല്ലെ, അവിടെയുള്ള എംപ്ലോയീസിൽ നിന്ന് അത് നികത്താൻ പറ്റുമോ, അതെങ്ങനെയാണ് നികത്തുന്നത്? അവരുടെ സ്കിൽ ഇൻവെന്ററി പരിശോധിച്ചിട്ട് അതിൽ മതിയായ പേഴ്സൺ അല്ലെ, മതിയായ എംപ്ലോയി ഉണ്ടെങ്കിലാണ് മേൽത്തട്ടിലുള്ള വേക്കൻസികൾ നികത്തി പോകുന്നത്. നെക്സ്റ്റ് ഫോർത്ത് പ്രോസസ്സിൽ പറയുന്നത് ടു പ്ലാൻ ജോബ് റിക്വയർമെന്റ്സ് ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻസ്. ജോബ് റിക്വയർമെന്റ്സും ജോബ് ഡിസ്ക്രിപ്ഷൻസ് എന്താണ്? ആഫ്റ്റർ ടേക്കിംഗ് എ ഡിസിഷൻ on how many persons would be needed, it is necessary to prepare a job analysis recording details of training, skills, qualification, abilities, experience and responsibility, etc. which are needed for a job. Job analysis includes the preparation of a job descriptions and a job specification. അതായത് ഇതൊരു ടേമുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ, എന്താണ് ജോബ് സ്പെസിഫിക്കേഷൻ, പിന്നെ ജോബ് അനാലിസിസ് എന്താണ്, ജോബ് റിക്വയർമെന്റ്സ് എന്താണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പ്രത്യേകമായിട്ടും ഈ ഒരു പോയിന്റിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ കണ്ടെത്തേണ്ടത് ഒരു ജോലി എന്ന് പറയുന്നത് അല്ലെ, ആ ജോലിയെ സംബന്ധിച്ചുള്ള വിവരണങ്ങൾ. ആ ജോലി എന്ത് തരത്തിലുള്ള ജോലിയാണ്, എത്തരത്തിലുള്ള സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ് അവിടെ വർക്ക് ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്, എന്തൊക്കെ മെഷീനറികൾ അവിടെ ഉപയോഗിക്കണം, അപ്പൊ ട്രെയിനിങ് ഒക്കെ കിട്ടിയ പേഴ്സൺസ് ആണോ, അങ്ങനെ ഒരു ജോലിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ ജോലി ചെയ്യേണ്ട വ്യക്തിയെ സംബന്ധിച്ചുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഫോർത്ത് പോയിന്റിൽ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പൊ ഒരു പ്ലാൻ തയ്യാറാക്കുമ്പോൾ നമ്മൾ ജോബ് റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ആഫ്റ്റർ എ ടേക്കൺ ഡിസിഷൻ ഓൺ ഹൗ മെനി പേഴ്സൺസ് വുഡ് ബി നീഡഡ്, ഇറ്റ് ഈസ് നെസസറി ടു പ്രിപ്പയർ എ ജോബ് അനാലിസിസ് അക്കോർഡിംഗ് ഡീറ്റെയിൽസ് ഓഫ് ട്രെയിനിങ്, സ്കിൽസ്, ക്വാളിഫിക്കേഷൻ, എബിലിറ്റീസ്, എക്സ്പീരിയൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എക്സെട്ര. അതായത് ഒരു പേഴ്സൺ, ആ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ എത്രത്തോളം പേഴ്സൺസ് അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി വരും, അവർക്ക് എത്രത്തോളം ട്രെയിനിങ് കൊടുക്കണം, എത്രത്തോളം സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കണം, അത് എത്രത്തോളം ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കണം, ആ ജോലിയുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന അനുയോജ്യരായ പേഴ്സൺസ് എന്നുള്ളത് വ്യക്തമാക്കിയിരിക്കുക എന്നുള്ളതാണ് ജോബ് റിക്വയർമെന്റ്സിലും ഡിസ്ക്രിപ്ഷൻസിലും ഒക്കെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്.
which are needed for a job. അത് പ്രധാനമായിട്ട് എന്തിനാണ്? ജോബിനെ വെച്ചിട്ട് അല്ലെ, ആ ഒരു ജോലിയെ വെച്ചിട്ടാണ് പ്രധാനമായിട്ടും വിവരിക്കുന്നത്. Job analysis includes the preparation of job descriptions and job specification. അതായത് ജോലിയുടെ അല്ലെ വിശദാംശങ്ങൾ, അതാണ് ഡിസ്ക്രിപ്ഷൻസിൽ പറയുന്നത്. എന്ത് തരം ജോലിയാണ്, അതെങ്ങനെയുള്ളവർക്കാണ് ചെയ്യാൻ സാധിക്കുക, ഇത് എത്രത്തോളം സൂക്ഷ്മ അല്ലെ എത്രത്തോളം കഴിവുള്ള സ്പെസിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ് അതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ സ്പെഷ്യൽ ഒരു ജോലിയെ സംബന്ധിച്ച്, വാക്കന്റ് ആയിട്ടുള്ള ജോലിയെ സംബന്ധിച്ച് എന്താണ് ആ ജോലിക്ക് അർഹതപ്പെട്ടത്, എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് നിറവേറ്റാൻ വരുന്നത്, ആ ജോലി ചെയ്യുമ്പോൾ ആരോടൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അതെല്ലാം തന്നെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവും. ജോബ് അനാലിസിസിൽ വീണ്ടും പറയുന്നുണ്ട്, ജോബ് അനാലിസിസ് ഇസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് ആൻഡ് റെക്കോർഡിംഗ് ഓൾ ദ റെലവെന്റ് ഇൻഫോർമേഷൻ അബൌട്ട് എ പെർട്ടിക്കുലർ ജോബ്. ആ ജോലിയെ സംബന്ധിച്ച എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷൻസ്, അതായത് ജോലിയുടെ പ്രത്യേകതകളെല്ലാം തന്നെ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവും. ഇൻക്ലൂഡിങ് ദ ടാസ്ക് ഇൻവോൾവ്ഡ്, എന്തൊക്കെ ടാസ്കുകൾ, എന്തൊക്കെ കടമകളെല്ലാം അത് ചെയ്യേണ്ടിയിരിക്കുന്നു. ദ നോളജ് ആൻഡ് സ്കിൽ നീഡഡ് ടു പെർഫോം ജോബ്, ആ ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അറിവ് അല്ലെങ്കിൽ കഴിവ് എത്രത്തോളം വേണം എന്നുള്ളത്. ദ റെസ്പോൺസിബിലിറ്റീസ് അറ്റാച്ച്ഡ് ടു ദ ജോബ്, ആ ജോലിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നുള്ളത്. ആൻഡ് ദ എബിലിറ്റീസ് റിക്വയർഡ് ടു പെർഫോം ദ ജോബ് സക്സസ്ഫുള്ളി, നല്ല വിജയകരമായ രീതിയിൽ ആ ജോലി ചെയ്ത് തീർക്കണമെങ്കിൽ എന്തൊക്കെ കഴിവുകൾ വേണം എന്നുള്ളതെല്ലാം ജോബ് അനാലിസിസിൽ വരുന്നുണ്ടാവും. ഓക്കെ, അതാണ് ജോബ് അനലൈസ്. അതായത് ജോലിയെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും, അതാണ് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ജോബ് അനാലിസിസിൽ ഉണ്ടായിരിക്കും. Then job requirements, അതിൽ എന്താ പറയുന്നത്? ജോബ് റിക്വയർമെന്റ്സ് ആർ ക്വാളിഫിക്കേഷൻ ആൻഡ് സ്കിൽസ് നീഡ് ഫോർ എ സർട്ടൻ പൊസിഷൻ. ആ ജോലി എന്താന്നുള്ളത് നമുക്ക് വ്യക്തമാക്കി തന്നു. ഇനി ആ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേഴ്സൺസ്, അവർക്കുണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷൻ ആൻഡ് സ്കിൽ നീഡഡ് ഫോർ എ സർട്ടൻ പൊസിഷൻ, എന്തൊക്കെ കഴിവുകൾ, അതെല്ലാം ആണ് ജോബ് റിക്വയർമെന്റ്സിൽ വരുന്നത്. ഇനി വീണ്ടും ജോബ് ഡിസ്ക്രിപ്ഷൻ പറയുന്നുണ്ട്. അതായത് ജോബ് ഡിസ്ക്രിപ്ഷൻ ഓർ എന്താണ്? ജോബ് ഡിസ്ക്രിപ്ഷൻ ഇസ് എ റിട്ടൺ അക്കൗണ്ട്, അതായത് നമ്മൾ എഴുതി തയ്യാറാക്കുന്ന ഒരു കാര്യങ്ങളാണ് അതിലുള്ളത്. That narrate the general task or that related duties and responsibilities of a position. നമ്മൾ നേരത്തെ അല്ലെ ജോബ് അനാലിസിസിൽ കണ്ടിരുന്നു, ജോലിയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ടെന്ന്. ഇതിൽ ജോബ് ഡിസ്ക്രിപ്ഷനിൽ വീണ്ടും എടുത്ത് പറയുന്നത് ആ ജോലിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നത് എന്നെല്ലാം കൃത്യമായിട്ട് വിവരിക്കുന്നതാണ് ജോബ് ഡിസ്ക്രിപ്ഷൻസിൽ വരുന്നത്. അപ്പൊ പ്രധാനമായിട്ടും അതുകൊണ്ടാണ് ഇത് ഒരൊറ്റ പോയിന്റ് ആയിട്ട് കൊടുക്കുന്നത്. അതായത് ജോലിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ആ ജോലി ചെയ്യാൻ അർഹരായ വ്യക്തികൾക്കും ഉണ്ടായിരിക്കേണ്ട കഴിവുകൾ, അതാണ് പ്രധാനമായിട്ടും എന്താ നമ്മുടെ പ്ലാൻ ജോബ് റിക്വയർമെന്റ്സ് ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻസിൽ പറയുന്നത്. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മള് എന്താണ് പ്രോസസ് ആയിട്ടാണ് പഠിക്കുന്നത്. ആദ്യം നമ്മൾ ഒരു ഗോൾ അല്ലെ, ആ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനമുണ്ട്, അത് എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട് എത്രത്തോളം പേര് വേണം എന്നൊക്കെ. പിന്നെ അത് ഓഡിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, അത് സ്കിൽ ഇൻവെന്ററി വെച്ചിട്ട് നമുക്ക് നികത്താൻ പറ്റുമോ എന്നൊക്കെ ഓഡിറ്റ് വിലയിരുത്തുന്നുണ്ട്. വീണ്ടും ആ ജോലിയെ കുറിച്ചിട്ട് വീണ്ടും അവലോകനം നടത്തുകയാണ് ജോബ് റിക്വയർമെന്റ്സിലും ജോബ് ഡിസ്ക്രിപ്ഷൻസിലും. അതായത് ഇൻ കേസ് നമുക്കറിയാം ഇങ്ങനെ സ്കിൽ ഇൻവെന്ററി വെച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ചില കാര്യങ്ങൾ അല്ലെ, ചില സ്കില്ലും കൂടി ഇവർക്ക് ചിലപ്പോൾ വേണ്ടി വരും, ചില റെസ്പോൺസിബിലിറ്റി കൂടിയും അഡീഷണൽ ആയിട്ടൊക്കെ അല്ലെ. നമുക്കറിയാം താഴെയുള്ള ലെവലിൽ നിന്ന് മുകളില് പ്രൊമോഷനൊക്കെ കൊടുത്ത വ്യക്തികൾക്ക് ചിലപ്പോൾ എല്ലാ അറിവും ഉണ്ടാവുമെന്ന് വരില്ല അല്ലെ. അവർക്ക് ചിലപ്പോൾ എന്താണ് നിശ്ചിത ട്രെയിനിങ് ഒക്കെ കൊടുക്കേണ്ടതായിട്ട്. കാരണം എന്തുകൊണ്ടാ? ആ ജോലിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും, കൂടുതൽ ജോലി കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കേണ്ടതുണ്ടാവും, അധികാരങ്ങളും അവർക്ക് അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ആ അധികാര പദവി ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട് താഴെയുള്ള ജീവനക്കാർക്ക് കുറച്ച് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഈ ടു പ്ലാൻ ജോബ് റിക്വയർമെന്റ്സ് ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് വരുന്നത്. അത് ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്നു. ജോലി കിട്ടേണ്ട വ്യക്തികൾക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷനും സ്കില്ലും എല്ലാം തന്നെ ആ ഒരു പ്രോസസ്സിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ് ടു ഡെവലപ്പ് എ ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ.
അപ്പൊ നമ്മൾ നേരത്തെ കണ്ടു അല്ലെ, ഏതൊക്കെ ജോലിക്കാരെയാണെങ്കിലും നമുക്ക് നിയമിക്കാം എന്നുള്ളത് കണ്ട് സ്കിൽ ഇൻവെന്ററി കൊടുത്തിട്ട് വേണമെങ്കിലും നിയമിക്കാം. അതല്ലെങ്കിൽ പുറത്തുനിന്ന് ആപ്ലിക്കേഷൻസ് ഒക്കെ അല്ലെ, റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെ നടത്തി നമുക്ക് അപ്പോയിന്റ്മെന്റ് ഒക്കെ കൊടുക്കാം. നിങ്ങൾക്ക് താഴെ ഒരുപാട് പഠിക്കാനുണ്ട് കേട്ടോ, റിക്രൂട്ട്മെന്റും അതർ സ്റ്റെപ്പുകളെല്ലാം പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ പ്രോസസ്സിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. ഫിഫ്ത് വൺ ടു ഡെവലപ്പ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ. ഇതിൽ പറയുന്നത് എന്താണ്? ദിസ് സ്റ്റെപ്പ് റെഫേഴ്സ് ടു ദ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ, വിച്ച് കൺസിസ്റ്റ് ഓഫ് ഫൈൻഡിങ് ഔട്ട് ദ സോഴ്സ് ഓഫ് ലേബർ സപ്ലൈ ഇൻ ഓർഡർ ടു മേക്ക് ആൻ എഫക്റ്റീവ് യൂസ് ഓഫ് ദീസ് റിസോഴ്സസ്. അതായത് നമ്മൾ കണ്ടായിരുന്നു അല്ലെ, നമ്മൾ കുറച്ച് അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ചിലപ്പോൾ സ്കിൽ ഇൻവെന്ററിയിൽ നിന്ന് നികത്തും, അതല്ലെങ്കിൽ കുറച്ച് അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ചിലപ്പോൾ ഫ്രഷേഴ്സിൽ നിന്നും ഒരുപക്ഷെ നികത്തിയെന്നിരിക്കും. അപ്പൊ ഇവർക്കെല്ലാം എന്താണ് എല്ലാം അല്ലെ, ആ ഒരു കറക്റ്റ് ജോബ് ചെയ്യാനായിട്ട് ചിലപ്പോൾ നോളജ്, നമുക്കറിയാം ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രമേ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ കൊടുക്കുകയുള്ളൂ. പക്ഷെ ഇത്രയും കൂടി അല്ലെ, അവരുടെ സ്കിൽ ഇച്ചിരി കൂടി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഡെവലപ്മെന്റ് കാര്യങ്ങൾ കൂടി അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. സാധാരണയായിട്ട് നമ്മൾ കൊടുക്കുന്നത് അല്ലെ, ട്രെയിനിങ് പീരീഡുകൾ കൊടുക്കും അല്ലെ. ഫ്രഷേഴ്സ് ആണെങ്കിൽ ഒരു 3 month 6 month ഒക്കെ ട്രെയിനിങ് പീരീഡ് കൊടുക്കും. അതല്ലെങ്കിൽ നമ്മൾ പ്രൊമോഷൻ ഒക്കെ ആണെങ്കിൽ അവർക്കും നിശ്ചിത ട്രെയിനിങ്ങുകളൊക്കെ കൊടുക്കും. അത് അവരെ സംബന്ധിച്ച് അവരെ നോളജ് അല്ലെങ്കിൽ കഴിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാധ്യമം അല്ലെ, ഒരു സാധ്യതയാണ് അവർക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ദിസ് സ്റ്റെപ്പ് റെഫേഴ്സ് ടു ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ, അത് വളർത്തിയെടുക്കുക അല്ലെങ്കിൽ നടപ്പാക്കുക ഓഫ് ദ ഹ്യൂമൻ റിസോഴ്സസ് പ്ലാൻ, വിച്ച് കൺസിസ്റ്റ് ഓഫ് ഫൈൻഡിങ് ഔട്ട് ദ സോഴ്സ് ഓഫ് ലേബർ സപ്ലൈ ഇൻ ഓർഡർ ടു മേക്ക് ആൻ എഫക്റ്റീവ് യൂസ് ഓഫ് ദീസ് സോഴ്സ്. അതായത് നമ്മളുടെ സോഴ്സുകൾ, നമ്മുടെ ഏത് സോഴ്സിൽ നിന്നാണോ നമ്മൾ ലേബർ കണ്ടെത്തിയിരിക്കുന്നത് അവരെ ഒന്നും കൂടി അല്ലെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനാണ് ടു ഡെവലപ്മെന്റ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ഫസ്റ്റ് തിങ് therefore is to decide on the policy. Should the personnel be hired from which through promotional channels or should it be obtained from an outside source? അപ്പൊ ആദ്യം തന്നെ കണ്ടെത്തേണ്ടത് ഒന്നെങ്കിൽ നമ്മൾ അല്ലെ സ്കിൽ ഇൻവെന്ററി അനുസരിച്ചിട്ട് പ്രൊമോഷൻ കൊടുക്കുന്നതാണോ, അതല്ലെങ്കിൽ ഔട്ട്സൈഡ് സോഴ്സിൽ നിന്ന് അല്ലെ പുറത്തു നിന്ന് ആപ്ലിക്കേഷൻസ് ഒക്കെ കൊടുത്തിട്ടാണോ നമ്മൾ അപ്പോയിന്റ്മെന്റ് കൊടുക്കണമെന്ന് ആദ്യം തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. The best policy followed by most organizations is to fill up higher vacancies by promotion and lower level positions by recruitment from the labor market. അതായത് നമ്മൾ മെയിൻ ആയിട്ട് അല്ലെ പൊതുവെ നമ്മുടെ മിക്ക സ്ഥാപനങ്ങളും ചെയ്യുന്നത് മുകളിലെ ലെവലിലെ വേക്കൻസികളൊക്കെ വരുമ്പോൾ പ്രൊമോഷൻ കൊടുത്ത് അത് നികത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ ലോവർ ലെവലില് താഴേക്കിടയിലുള്ള ജീവനക്കാരെ കണ്ടെത്താനായിട്ട് റിക്രൂട്ട്മെന്റ് അല്ലെ ലേബർ മാർക്കറ്റിൽ നിന്നെല്ലാം നമുക്കറിയാം റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തി അല്ലെ ഫ്രഷേഴ്സിനെ ഒക്കെ റിക്രൂട്ട്മെന്റ് ഒക്കെ ചെയ്ത് ആപ്ലിക്കേഷൻസ് ഒക്കെ സ്വീകരിച്ച് അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടാണ് അവിടുത്തെ വേക്കൻസികളെല്ലാം ഫില്ല് ചെയ്തു പോകുന്നത്. അപ്പൊ അതാണ്, അതുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടി നിങ്ങൾ പഠിക്കാനുണ്ട്. എന്താണ് കുറച്ച് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൂടുതൽ പഠിക്കാനുണ്ട്. അപ്പൊ എന്തായാലും പ്രോസസ്സ് നമുക്ക് 5th അല്ലെ 5 ഉള്ളത്. ആദ്യം തന്നെ കണ്ടെത്തുക എന്നുള്ളത്, പിന്നീട് ഫ്യൂച്ചർ എക്സ്പാൻഷൻ വരെയാണെങ്കിലും വേക്കൻസികൾ വരുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക, പിന്നെ വിലയിരുത്തുക ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്യാമെന്ന് വിലയിരുത്തുക എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് എന്താണ് ജോലിയെ സംബന്ധിച്ച് നമ്മൾ തയ്യാറാക്കുക. എന്താണ് ജോലി, ഏത് തരം പേഴ്സൺസ് ആണ് അവിടെ വർക്ക് ചെയ്യേണ്ടതെന്ന് തയ്യാറാക്കുക. വീണ്ടും ഡെവലപ്മെന്റ് കാര്യങ്ങൾ, അതായത് നമുക്കറിയാം മെയിൻ ആയിട്ട് ഏതൊരു ഓർഗനൈസേഷനും അവിടുത്തെ മേൽത്തട്ടിലുള്ള വേക്കൻസികളെല്ലാം ഫില്ല് ചെയ്യുന്നത് കീഴുദ്യോഗസ്ഥരെ പ്രൊമോഷൻ കൊടുത്തിട്ടാണ്. അപ്പൊ വീണ്ടും താഴെ തലയിലുള്ള അല്ലെ ലെവലിലുള്ള പേഴ്സൺസിന്റെ വേക്കൻസികൾ വരും. അത് ഫില്ല് ചെയ്യാനായിട്ട് ഔട്ട്സൈഡിൽ നിന്ന് റിക്രൂട്ട്മെന്റ് കാര്യങ്ങളെല്ലാം നടത്തിയിട്ടാണ് ആ ഒരു ഭാഗം ഫില്ല് ചെയ്തു പോകുന്നത്. ഇനി അതിന്റെ കുറച്ച് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. എന്തായാലും ഇതുവരെ നിങ്ങൾക്ക് ഓക്കെ ആണോ? ക്ലിയർ ആണോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലെ. നമ്മുടെ നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. എന്താണ് മാൻ പവർ പ്ലാൻ കമ്പോണന്റ്.
ഇപ്പൊ manpower plan componentil എന്താ പറയുന്നത്? The manpower plan can be broken down into 3 components. 3 ഘടകങ്ങളാണ് മാൻപവറുമായിട്ട് മനുഷ്യവിഭവമായിട്ട് വിഭവശേഷിയുമായിട്ട് വരുന്നത്. അതിന്റെ ആ ഒരു പ്ലാനുമായിട്ട് വരുന്നത്. ഫസ്റ്റ് വൺ ഫോർകാസ്റ്റിംഗ്, സെക്കൻഡ് റിക്രൂട്ട്മെന്റ് പ്ലാൻ, ദെൻ തേർഡ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാൻ. അതായത് ഫോർകാസ്റ്റിംഗ് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും എന്താണ് അവിടെ അല്ലെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഓർഗനൈസേഷനിൽ ഉണ്ടോ അത്, അല്ലെങ്കിൽ ഫ്യൂച്ചർ നീഡിന് മതിയായ അളവിലുണ്ടോ എന്ന് നേരത്തെ കൂട്ടി കണ്ടെത്തേണ്ടതുണ്ട്. അത് മതിയായ അളവിലല്ല എങ്കിലും നമുക്കറിയാം ഔട്ട്സൈഡേഴ്സിൽ നിന്നും പുറത്തുനിന്ന് വേക്കൻസികൾ ഫില്ല് ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻസ് ക്ഷണിക്കേണ്ടതുണ്ട്. പിന്നെ ഇങ്ങനെ വരുന്ന അല്ലെ പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്നവരാണെങ്കിലും ഔട്ട്സൈഡിൽ നിന്ന് വരുന്ന പേഴ്സൺസ് ആണെങ്കിലും അവർക്ക് ഒരു നിശ്ചിത ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് മാൻപവർ പ്ലാനിങ്ങിൽ വരുന്ന 3 കമ്പോണന്റ്. അതായത് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത പാറ്റേഴ്സ് ഒക്കെ തന്നെയാണ് ഫോർകാസ്റ്റിംഗ്, അതായത് മുൻകൂട്ടി കാണുക, എസ്റ്റിമേറ്റിംഗ് ഫ്യൂച്ചർ നീഡ്സ് ആൻഡ് സ്റ്റോക്ക് ടേക്കിംഗ് ഓഫ് അവൈലബിൾ റിസോഴ്സസ് ഇൻ ദ ഓർഗനൈസേഷൻ. അതായത് നിലവിലുള്ള ഓർഗനൈസേഷന്റെ അവൈലബിൾ ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സിൽ നിന്ന് മനുഷ്യ വിഭവശേഷിയിൽ നിന്ന് തന്നെ നികത്താൻ പറ്റുമോ ഇല്ലയോ എന്ന് നേരത്തെ കൂട്ടി എസ്റ്റിമേറ്റ് തയ്യാറാക്കുക. ദെൻ സെക്കൻഡ് വൺ റിക്രൂട്ട്മെന്റ് പ്ലാൻ. എന്താണ് റിക്രൂട്ട്മെന്റ് പ്ലാൻ? മതിയായ എണ്ണം ഇല്ല എങ്കിൽ അല്ലെ ടു മീറ്റ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ഇന്റേണൽ റിസോഴ്സ് ആൻഡ് എസ്റ്റിമേറ്റഡ് നീഡ് ബൈ എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ്. അതായത് ഇന്റേണൽ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ കമ്പനിയുടെ അകത്തുള്ള പേഴ്സൺസിനെ വെച്ച് മാത്രം നികത്താൻ പറ്റുന്നതല്ല എങ്കിൽ ടു മീറ്റ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ഇന്റേണൽ റിസോഴ്സസ് ആൻഡ് എസ്റ്റിമേറ്റഡ്. അങ്ങനെ അല്ല എങ്കിൽ എന്താണ് നമുക്ക് എക്സ്റ്റേണലിൽ നിന്ന് അല്ലെ ഔട്ട്സൈഡേഴ്സിൽ നിന്ന് റിക്രൂട്ട്മെന്റ് നടത്തി ആപ്ലിക്കേഷൻസ് സ്വീകരിക്കേണ്ടതുണ്ട്. ആൻഡ് എസ്റ്റിമേറ്റഡ് നീഡഡ് ബൈ എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ്. അങ്ങനെ വരുമ്പോഴെന്താണ് അതിന് വേണ്ടിയിട്ടും എസ്റ്റിമേറ്റ് തയ്യാറാക്കണം, പുറത്തു നിന്ന് ആപ്ലിക്കേഷൻസ് സ്വീകരിക്കാൻ റിക്രൂട്ട്മെന്റ് നടത്താൻ വേണ്ടിയിട്ട്. പിന്നെ നെക്സ്റ്റ് തേർഡ് വൺ എന്താണ്? ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാനിങ്. To utilize fully the human resource of the organization and to develop the potential resources. അതായത് നമ്മൾ ഉപയോഗപ്രദമാക്കണം അല്ലെ മനുഷ്യന്റെ വിഭവശേഷിയെ ഉള്ള വിഭവശേഷിയെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം അല്ലെ, മാക്സിമം എന്താണ് ഉപയോഗപ്രദമാക്കണം. അതിന് വേണ്ടിയിട്ട് എന്താണ് നമുക്ക് നിശ്ചിത ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്താലാണ് അവർക്ക് മാക്സിമം അവരുടെ എബിലിറ്റി നമുക്കറിയാം ഓരോ ഡെവലപ്മെന്റ് ഓരോ ട്രെയിനിങ് ഒക്കെ കിട്ടുമ്പോഴെന്താണ് അവിടെയുള്ള വർക്കേഴ്സിന് അവരുടെ നോളജ് അല്ലെങ്കിൽ സ്കില്ല് വർദ്ധിപ്പിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും അല്ലെ. ഈസി ആയിട്ട് ഇത് എങ്ങനെ ചെയ്യാൻ സാധിക്കും, അതല്ലെങ്കിൽ സ്ട്രെസ് ഒന്നും കൂടാതെ തന്നെ വളരെ പ്ലീസിംഗ് മൈൻഡോട് കൂടിയിട്ട് ജോലി സംതൃപ്തിയോടുകൂടിയൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ എന്താണ് നല്ല ഒരു റിസൾട്ട് അല്ലെ ആ ഒരു ഓർഗനൈസേഷന് നേടിക്കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാനിൽ ടു യൂട്ടിലൈസ് ഫുള്ളി ദ ഹ്യൂമൻ റിസോഴ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ ആൻഡ് ടു ഡെവലപ്പ് ദ പൊട്ടൻഷ്യൽ റിസോഴ്സസ്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ട്രെയിനിങ്ങും ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളെല്ലാം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് എന്ത് മൂന്നാമത്തെ പോയിന്റ്, മൂന്നാമത്തെ കണ്ടന്റ് ആയിട്ട് അല്ലെ കമ്പോണന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഓക്കെയാണോ നിങ്ങൾ? സിമ്പിൾ ടോപ്പിക് അല്ലേ മാൻപവർ പ്ലാൻ കമ്പോണന്റ്? ഓക്കെ, അത് നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. നമ്മൾ സാധാരണ ഫോർകാസ്റ്റ് ചെയ്യുക, റിക്രൂട്ട്മെന്റ് പ്ലാൻ വേണമെങ്കിൽ അത് തയ്യാറാക്കുക, പിന്നെ എല്ലാവർക്കും ട്രെയിനിങ്ങും കൊടുക്കുക എന്നുള്ളത്. ഇനിയാണ് റിക്രൂട്ട്മെന്റ് വരുന്നത്. റിക്രൂട്ട്മെന്റ് പ്ലാൻ എന്നുള്ളതിലേക്ക് നമുക്കറിയാം റിക്രൂട്ട്മെന്റ് നടത്തുക എന്ന് പറയുന്നത് ഔട്ട്സൈഡേഴ്സിൽ നിന്ന് ആപ്ലിക്കേഷൻസ് ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള തൊഴിലാളികളെ സ്വീകരിക്കുക. നമ്മളിപ്പോ ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ പുറത്ത് നിന്ന് എന്താണ് അല്ലെ നഴ്സുമാരെ സ്വീകരിക്കുക, അല്ലെങ്കിൽ അവിടെയുള്ള വർക്കേഴ്സിനെ എംപ്ലോയീസ്ക്ക് ഏത് തരത്തിലുള്ള ഗ്യാപ്പാണോ അവിടേക്ക് പുറത്തു നിന്നും റിക്രൂട്ട്മെന്റ് നടത്തി ആപ്ലിക്കേഷൻസ് സ്വീകരിച്ച് സെലക്ട് ചെയ്ത് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവിടെ അപ്പോയിന്റ്മെന്റ് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അതൊരു നീണ്ട പ്രോസസ്സാണെന്ന് മനസ്സിലായി. റിക്രൂട്ട്മെന്റ് എന്താണെന്നുള്ളത് ഉണ്ട്, കുറച്ച് അധികം പഠിക്കാനുണ്ട് റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട്. അതോടൊപ്പം തന്നെ സെലക്ഷൻ, നമ്മളിപ്പോ റിക്രൂട്ട്മെന്റ് നടത്തിയിട്ട് സെലക്ഷൻ എങ്ങനെയാണ് നടത്തുന്നത് എന്നുള്ളത് പഠിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ട്രെയിനിങ് കൊടുക്കുന്ന കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇതിനിടയ്ക്ക് ഈ പ്രൊമോഷനും സെപ്പറേഷനും ഡിമോഷനൊക്കെ നിങ്ങൾ നേരത്തെ കണ്ട പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് പറഞ്ഞു പോകുന്നുമുണ്ട്. ഇനിയുള്ള ടോപ്പിക്സുകളൊക്കെ നിങ്ങളും കൂടിയും ഹെൽപ്പ് ചെയ്യുക, അതായത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ നമുക്ക് എളുപ്പം അങ്ങനെ തീർക്കാം. എന്താണ് റിക്രൂട്ട്മെന്റ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാല്ലേ. എങ്ങനെയാ റിക്രൂട്ട്മെന്റ് നമ്മൾ നടത്താറ് സാധാരണയായിട്ട്? ഓക്കെ, മാൻപവർ പ്ലാൻ കമ്പോണന്റ് ഒന്നും കൂടിയും പറയാം. അതായത് മാൻപവർ പ്ലാൻ കമ്പോണന്റ് എന്ന് പറയുന്നത്
3 ഘടകങ്ങളായിട്ടാണ് മനുഷ്യന്റെ ആ ഒരു പ്ലാൻ തയ്യാറാക്കുന്നത്. അതായത് അവിടെ മാൻ പവർ എന്ന് പറയുമ്പോൾ നമ്മളുടെ സ്ഥാപനത്തിലെ വേക്കൻസികൾ ഫില്ല് ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ. അപ്പൊ മാൻ പവറിൽ സാധാരണയായിട്ട് ഇങ്ങനെയുള്ള വേക്കൻസിയെ സംബന്ധിച്ച് വരുമ്പോൾ അവിടെ അല്ലെ ഹ്യൂമന്റെ എഫേർട്ടിനാണ് പ്രാധാന്യം കൊടുത്തിട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നമ്മൾ പഠിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ അവിടുത്തെ ഒരു പ്രത്യേകത മാൻ പവർ പ്ലാൻ കമ്പോണന്റിൽ വരുന്നത് എങ്ങനെയാണ് അവിടെ ഒരു വേക്കൻസികൾ വരാൻ സാധ്യത. അപ്പൊ ഫോർകാസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതുണ്ട്, മുൻകൂട്ടി കണ്ടെത്തേണ്ടതുണ്ട്. അപ്പൊ ഇൻ കേസ് മേലുദ്യോഗസ്ഥരുടെ ഗ്യാപ്പുകൾ അല്ലെ, നഴ്സ് ഇപ്പൊ നമ്മുടെ സ്റ്റാഫ് നഴ്സും ആണെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിലെ നഴ്സുമാരാണെങ്കിലും അല്ലെങ്കിൽ ഡ്യൂട്ടിയിലുള്ള ഡോക്ടേഴ്സുകളൊക്കെ അല്ലെ അവരുടെ റിട്ടയർമെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ചാൻസ് കൊണ്ടോ അവര് ഈ സ്ഥാപനത്തിൽ നിന്ന് വിട്ടുപോകാൻ, ഈ ഹോസ്പിറ്റലിൽ വിട്ടുപോകാൻ സാധ്യതയുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതെങ്ങനെ നികത്താം അല്ലെ, ആ വേക്കൻസി എങ്ങനെ ഫില്ല് ചെയ്യാൻ പറ്റും എന്നുള്ളത് നേരത്തെ കൂട്ടി കണ്ടെത്തേണ്ടതുണ്ട്. അപ്പൊ അതെങ്ങനെ സാധാരണ രീതിയിൽ നമ്മൾ സ്റ്റോക്ക് ഇൻവെന്ററി അല്ലെ, അതിന്റെ ആ ഇൻവെന്ററി നോക്കുമ്പോൾ മതിയായ പേഴ്സൺസ് ഉണ്ടെങ്കിൽ അവരെ അപ്പോയിന്റ്മെന്റ് അല്ലെ അവരെ മേൽത്തട്ടിലേക്ക്, ഇപ്പം അതിന്റെ ജൂനിയർ ഡോക്ടേഴ്സ് അവരെ എക്സ്പീരിയൻസ്ഡ് ക്വാളിഫൈഡ് ആയിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ അവരെ സീനിയർ പോസ്റ്റിലേക്ക് ചെയ്യാൻ പറ്റുമോ, അതല്ലെങ്കിൽ നഴ്സുമാരാണെങ്കിലും അല്ലെ അവരെ ഓപ്പറേഷൻ തിയേറ്ററിലാണ് ഗ്യാപ്പെങ്കിൽ ഇത്തിരി കൂടി എക്സ്പീരിയൻസ്ഡ് ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സുമാരുണ്ടെങ്കിൽ അവിടേക്ക് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റാനായിട്ട് സാധിക്കുമോ എന്നുള്ള കാര്യങ്ങൾ നേരത്തെ കൂട്ടി ഫോർകാസ്റ്റ് ചെയ്യേണ്ടതുണ്ട്, മുൻകൂട്ടി കണ്ടെത്തേണ്ടതുണ്ട്. ഇനി റിക്രൂട്ട്മെന്റ് പ്ലാൻ. അപ്പൊ നമ്മളിപ്പോ കണ്ടെത്തി അവിടേക്കുള്ള വേക്കൻസികൾക്കൊക്കെ ഇങ്ങനെയുള്ള പേഴ്സൺസ് പോകുമ്പോൾ എന്താണ് നിലവിലുള്ള വേക്കൻസികൾ ഉണ്ടല്ലേ, അവര് പ്രൊമോഷൻ ചെയ്ത് പോകുമ്പോൾ എന്താണ് തീർച്ചയായിട്ടും നിലവിൽ അവിടെ ജൂനിയേഴ്സിന്റെ അല്ലെങ്കിൽ മറ്റ് സ്റ്റാഫ് നഴ്സിന്റെ ഒക്കെ വേക്കൻസി അവിടെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ എന്താണ് അവിടേക്കും നമ്മൾ പേഴ്സൺസിനെ എംപ്ലോയീസിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യേണ്ടതുണ്ട്. അത് ഏതെങ്കിലും റിക്രൂട്ട്മെന്റ് ചെയ്ത് അല്ലെ ആർക്കെങ്കിലും എവിടെ നിന്നെങ്കിലും പേഴ്സൺസിന്റെ അല്ലെ ചിലപ്പോൾ ഫ്രഷേഴ്സിന്റെ ഒക്കെ ജസ്റ്റ് പഠിച്ചിറങ്ങിയതിനൊക്കെ ആപ്ലിക്കേഷൻസ് ഒക്കെ സ്വീകരിച്ച് അവർക്ക് മതിയായ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അപ്പോയിന്റ്മെന്റ് കൊടുക്കാവുന്നതാണ്. അപ്പൊ അതൊരു റിക്രൂട്ട്മെന്റ് പ്ലാൻ. അങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ് പ്ലാന് തയ്യാറാക്കണമെങ്കിൽ ഇന്റേണൽ സോഴ്സ് മതിയായ രീതിയിൽ ഫില്ല് ചെയ്യുന്നില്ല എങ്കിലാണ് നമ്മൾ എക്സ്റ്റേണൽ സോഴ്സിനെ നമ്മൾ അല്ലെ ഔട്ട്സൈഡേഴ്സിൽ നിന്ന് ആപ്ലിക്കേഷൻസ് സ്വീകരിക്കുന്നത്. അതാണ് റിക്രൂട്ട്മെന്റ് പ്ലാനിൽ പറയുന്നത്. ടു മീറ്റ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ഇന്റേണൽ റിസോഴ്സ് ആൻഡ് എസ്റ്റിമേറ്റഡ് നീഡഡ് ബൈ ആൻഡ് എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ്. അതായത് പുറത്തു നിന്ന് ആപ്ലിക്കേഷൻസ് സ്വീകരിക്കേണ്ടി വരുന്നത് ഇന്റേണൽ സോഴ്സ് മതിയാവാതെ വരുമ്പോഴാണ്, മതിയായ ജീവനക്കാര് ഇന്റേണൽ അല്ലെ നിലവിലുള്ള സ്ഥാപനത്തിൽ ഇല്ലാതെ വരുമ്പോഴാണ് പുറത്തു നിന്ന് ഇങ്ങനെയുള്ള വേക്കൻസിക്ക് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻസ് സ്വീകരിക്കേണ്ടി വരുന്നത്, റിക്രൂട്ട്മെന്റ് നടത്തേണ്ടി വരുന്നത്. ചിലപ്പോൾ നമുക്കറിയാം എന്താണ് മതിയായ പേഴ്സൺസ് ഉണ്ടെങ്കിൽ മേൽത്തട്ടിലുള്ള വേക്കൻസികളെല്ലാം ഫില്ല് ചെയ്തിട്ട് താഴെയുള്ള ലെവലിലുള്ള പേഴ്സൺസിന്റെ റിക്രൂട്ട്മെന്റ് നടത്തേണ്ടി വരികയുള്ളൂ. അതല്ല എങ്കിൽ ചിലപ്പോൾ അല്ലെ മതിയായ പേഴ്സൺസ് ഇല്ല എങ്കിൽ എന്താണ് പുറത്തുനിന്ന് തന്നെ ആയിരിക്കണം മേൽത്തട്ടിലും എന്താണ് വേക്കൻസികൾ വരുമ്പോൾ ഫില്ല് ചെയ്ത് പോകേണ്ടത്. ദെൻ തേർഡ് പറയുന്നത് ഇങ്ങനെ വരുന്ന പേഴ്സൺസ് അല്ലെ ഔട്ട്സൈഡേഴ്സിൽ വരുന്നവരാണെങ്കിലും പ്രൊമോഷൻ നടത്തി നമ്മൾ മറ്റ് അല്ലെ മേൽത്തട്ടിലുള്ള വേക്കൻസി ഫില്ല് ചെയ്യുന്നതാണെങ്കിലും അവർക്കൊക്കെ എന്താണ് മതിയായ ഒരു ട്രെയിനിങ് ആവശ്യമാണ്. ഇതിനു വേണ്ടിയിട്ട് അവരുടെ സ്കില്ല് അല്ലെങ്കിൽ നോളജ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതെന്ത് സാധാരണയായിട്ട് അവർ ചെയ്തുകൊണ്ടിരുന്ന ഡ്യൂട്ടിയേക്കാൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കും മേൽത്തട്ടിൽ വരുന്നത് അല്ലെ, അത് അവർക്ക് പരിചിതമാകണമെന്നില്ല. അപ്പൊ ഒരുപക്ഷെ 1-2 ആഴ്ചയ്ക്ക് പ്രൊമോഷൻ ഒക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ട്രെയിനിങ് കിട്ടും. അതെല്ലാം ഫ്രഷേഴ്സിന് നമ്മൾ അല്ലെ താഴെയുള്ള ലെവലിലേക്ക് അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ കൊടുക്കുമ്പോൾ അവര് ചിലപ്പോൾ ജസ്റ്റ് പഠിച്ച് അക്കാദമിക് ക്വാളിഫിക്കേഷനേ ഉണ്ടാവുള്ളൂ, അവർക്ക് മതിയായ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല എങ്കിൽ അല്ലെങ്കിൽ അതുമായിട്ട് ഒന്ന് ഇടപഴകി അല്ലെ ആ ഒരു ജോലിയുമായിട്ട് ആ ഫീൽഡുമായിട്ട് ഇടപെടാനെങ്കിൽ വേണ്ടി മാത്രമെങ്കിലും അവർക്ക് ഒരു ട്രെയിനിങ് ആവശ്യമാണ്. അതാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാനിൽ വരുന്നത്. യൂട്ടിലൈസ് fully the human resource of the organization and to develop the potential resources. അതായത് നിലവിലുള്ള റിസോഴ്സുകൾ അവരുടെ ആ ഒരു വിഭവശേഷി അല്ലെ ഒരു മനുഷ്യന്റെ ആ ഒരു കഴിവ് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഉപയോഗപ്രദമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ട്രെയിനിങ് ഡെവലപ്മെന്റ് ഒക്കെ കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമുക്ക് റിക്രൂട്ട്മെന്റിലേക്കാണ് നമ്മൾ വന്നത്. അപ്പൊ നിങ്ങള് റിക്രൂട്ട്മെന്റ് എന്താന്ന് നിങ്ങളും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. റിക്രൂട്ട്മെന്റ് എവിടെയാണ് നടത്താറ് സാധാരണയായിട്ട്? റിക്രൂട്ട്മെന്റ് നിങ്ങൾ ആരെങ്കിലും ഒക്കെ റിക്രൂട്ട്മെന്റിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും പഠനകാല സമയങ്ങളിൽ ഇങ്ങനെ റിക്രൂട്ട്മെന്റ് സെലക്ഷനും കാര്യങ്ങളൊക്കെ അല്ലെ നമ്മുടെ
മിലിറ്ററി, ആർമി, ഓക്കെ, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് റിക്രൂട്ട്മെന്റ് എന്നുള്ള കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ? റിക്രൂട്ട്മെന്റ് നടത്തുക എന്ന് പറയുന്നത് ഒരു നിശ്ചിത പേഴ്സൺസിനെ അവരെ കമ്പനിക്കാർ തന്നെ വന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതായത് സെലക്ട് ചെയ്യുന്ന പറഞ്ഞാൽ ആപ്ലിക്കേഷൻസ് സ്വീകരിക്കുകയാണ്, അവരിൽ നിന്ന് നേരിട്ട് ആപ്ലിക്കേഷൻസ് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവരെന്താ ചെയ്യുന്നത്? ഈ കമ്പനിക്കാർ എന്താണ് ചെയ്യുന്നത്? പ്രധാനമായിട്ട് നല്ല നല്ല കമ്പനികളിലേക്ക് ഫ്രഷേഴ്സ് അല്ലെ, നല്ല യോഗ്യരായ വ്യക്തികൾ ആപ്ലിക്കേഷൻസ് സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കും. കാരണം എന്തുകൊണ്ടാ? നന്നായിട്ട് നല്ല കമ്പനിയാണെങ്കിൽ അവരുടെ അല്ലെ ഭാവി സുരക്ഷിതമാണെന്നുള്ള കാര്യത്തിന് ഉറപ്പുള്ളത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്, ആപ്ലിക്കേഷൻസ് ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ ചില കമ്പനികൾക്ക് മാത്രമാണ് എന്താണ് നല്ല സ്ഥാപനങ്ങളിൽ പോയി അല്ലെ, പ്രധാനമായിട്ടും ഈ ടെക്നിക്കൽ ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരവിടെ പോയിട്ട് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അവരുടെ എക്സിബിഷനും അവരുടെ പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഏബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസിനൊക്കെ എന്താണ് റിക്രൂട്ട്മെന്റ് ആപ്ലിക്കേഷൻസ് ഒക്കെ സ്വീകരിച്ചിട്ട് അവരതിൽ നിന്ന് യോഗ്യരായവരെ സെലക്ട് ചെയ്ത് അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നു. അപ്പൊ ഇവർ ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന് പോകുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ഓഫേഴ്സ് ഒക്കെ കൊടുക്കും അല്ലെ, നിങ്ങൾക്ക് ഓവർ ടൈം ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും, നല്ല നല്ല അല്ലെ, ചില വാഗ്ദാനങ്ങളെല്ലാം ഇവർക്ക് നിർദ്ദേശിക്കും. ആ വാഗ്ദാനങ്ങളൊക്കെ കേട്ടിട്ടൊക്കെ ആയിരിക്കും പ്രധാനമായിട്ടും ഈ ആപ്ലിക്കേഷൻസ് ഫ്രഷേഴ്സ് ഒക്കെ അവരെ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണെന്നുള്ളത് വിശദമായിട്ട് നോക്കാം. റിക്രൂട്ട്മെന്റ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. എന്താണ് ഔട്ട്സൈഡേഴ്സിൽ നിന്ന് ഒരു കമ്പനിയിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലേക്ക് ആപ്ലിക്കേഷൻസ് സ്വീകരിക്കുന്ന ഒരു ഇതാണ് എന്താണ് റിക്രൂട്ട്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Recruiting means the discovering of a talented applicants for actual or expected organizational vacancies. അതായത് നിലവിലുള്ള വേക്കൻസികളിലേക്കോ അല്ലെങ്കിൽ ഒഴിവുകളിലേക്കോ അല്ലെങ്കിൽ ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ഒഴിവിലേക്കോ നല്ല യോഗ്യരായ യോഗ്യരായ വ്യക്തികളുടെ ആപ്ലിക്കേഷൻസ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് റിക്രൂട്ട്മെന്റ് എന്ന പ്രോസസ്സ് നടത്തുന്നത്. Recruitment is the process of attracting potential employees and encouraging them to apply for the jobs in an organization. അതായത് ആ സ്ഥാപനത്തിന്റെ ഓർഗനൈസേഷനിലേക്ക് നമ്മൾ പ്രചോദിപ്പിക്കുകയാണ് കൂടുതലായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല അട്രാക്റ്റിംഗ് ആയിട്ടുള്ള വാഗ്ദാനങ്ങളെല്ലാം കൊടുത്തിട്ട് അവിടെയുള്ള നല്ല യോഗ്യരായ ടാലന്റഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ അല്ലെ അവരേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുകയാണ് റിക്രൂട്ട്മെന്റ് എന്നതിൽ ഉദ്ദേശിക്കുന്നത്. Recruitment has been considered as the most important function of a personal administration because unless the right type of people is not hired, even the best plans, organization charts and control system could not do much good. അതായത് നല്ല അല്ലെ നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മള് നല്ല അല്ലെ ഒരുപാട് നല്ല ആപ്ലിക്കേഷൻസ് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ നമുക്ക് ഒരുപാട് പേര് ആപ്ലിക്കേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് നമുക്ക് അതിൽ ഏറ്റവും നല്ല ടാലന്റഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എന്താണ് കമ്പനിയെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഏതൊരു ഹോസ്പിറ്റലിലെ ആരെ സംബന്ധിച്ചും കൂടുതൽ ആപ്ലിക്കേഷൻസ് സ്വീകരിക്കാനായിട്ട് പറ്റുക എന്നുള്ളത് വളരെയധികം നേട്ടമാണ്. കാരണം നല്ല വ്യക്തികളെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള പ്ലാനോട് കൂടിയിട്ടായിരിക്കണം റിക്രൂട്ട്മെന്റ് പ്രവർത്തനങ്ങളൊക്കെ നടത്താനായിട്ട്. റിക്രൂട്ട്മെന്റ് ഹാസ് ബീൻ കൺസിഡേർഡ് ആസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ. അതൊരു ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ആണ് പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെ അവരുടെ മാനേജ്മെന്റിന്റെ ഭരണ സംബന്ധമായ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ് റിക്രൂട്ട്മെന്റ് നടത്തുക എന്നുള്ളത്. Because unless the right type of people is not hired, even the best plan organizations charts and control system would not do much good. അതായത് കറക്റ്റ് ആയിട്ടുള്ള പേഴ്സണെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചില്ല എങ്കിൽ അല്ലെ ഒരുപാട് വേക്കൻസികളൊക്കെ ഫിൽ ചെയ്യാനുണ്ടെങ്കിൽ ഒരുപാട് നല്ല പേഴ്സൺസിനെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല എങ്കിൽ കമ്പനിയെ സംബന്ധിച്ചത് അല്ലെ ഒരു നഷ്ടം തന്നെയാണ്. അപ്പൊ നല്ല രീതിയിലുള്ള പ്ലാനോട് കൂടിയിട്ട് വേണം റിക്രൂട്ട്മെന്റ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. Then it is often turned positive in that it persuades people to apply for jobs to enhance the hiring ratio, that is the number of applicants for a job. അതായത് നമ്മളിപ്പോ അതിന്റെ അല്ലെ ഒരു റേഷ്യോ ഒക്കെ ഉണ്ട്. അതായത് നമ്മളിപ്പോ സാധാരണയായിട്ട് ഒരു ഹയറിംഗ് റേഷ്യോ അതായത് 100 പേരില് ആപ്ലിക്കേഷനിൽ ഒരു 10 പേര് അപ്പോയിന്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ആ ഒരു ഇതെന്ന് പറയുന്നത് 100:10 അല്ലെ ആ ഒരു റേഷ്യോയിലായിരിക്കും ഇത്. ഇപ്പൊ നല്ല ആപ്ലിക്കേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് കിട്ടിക്കഴിഞ്ഞാലാണ് അതിൽ നിന്ന് ഇത്രയും പേരെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ.
അപ്പൊ നല്ല രീതിയിൽ ഇവരെ ആപ്ലിക്കേഷൻസ് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കുക. പർസ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ പ്രേരിപ്പിക്കുക. അങ്ങനെയുള്ള പ്രേരണ ഉളവാക്കുന്ന തരത്തിലുള്ള വാഗ്ദാനങ്ങളെല്ലാം എന്താണ് കമ്പനി റിക്രൂട്ട്മെന്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവരെ കാഴ്ചവെക്കേണ്ടതുണ്ട്. Selection on other hands tends to be negative because it requires a good number of those who apply, leaving only the best to be hired. ഞാൻ നേരത്തെ പറഞ്ഞ മാത്രമേ ഒരുപാട് പേരുണ്ടെങ്കിലാണ് നല്ലവരെ നമുക്ക് അതിൽ നിന്ന് ചൂസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളത്. അപ്പൊ അത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്നുള്ളത്. നല്ല രീതിയിൽ വാഗ്ദാനങ്ങളെല്ലാം ഏതൊക്കെ രീതിയിൽ അവരെ പ്രേരിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒരു പ്രേരണ നൽകുന്ന വാഗ്ദാനങ്ങളെല്ലാം തന്നെ നേരത്തെ കൂട്ടി കണ്ടെത്തി അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, ഇനി അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിക്രൂട്ട്മെന്റ്. നോക്കാം, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിക്രൂട്ട്മെന്റിൽ എന്താ പറയുന്നത് നോക്കാം. ദിസ് വേരീസ് വിത്ത് ദ സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പൊ അതിൽ പ്രധാനമായിട്ട് നമ്മൾ റിക്രൂട്ട്മെന്റ് എന്താന്നുള്ള കാര്യം മനസ്സിലായി. റിക്രൂട്ട്മെന്റ് നടത്തുന്നതിന് കുറച്ച് കാര്യങ്ങളല്ലേ, വാഗ്ദാനങ്ങളെല്ലാം കൊടുത്ത് നല്ല ഫ്രഷേഴ്സിനെ നമ്മൾ കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞു. ഇതിനെ ബാധിക്കുന്ന കുറച്ച് ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ദ സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ, ഓർഗനൈസേഷന്റെ സൈസ് അല്ലെ, അത് ഏറ്റവും വലിയ നല്ല പേര് കേട്ട ഒരു വലിയ ഓർഗനൈസേഷൻ ആണോ എന്നുള്ളത് റിക്രൂട്ട്മെന്റിനെ ബാധിക്കും. Then condition of the employment in the community where the organization is located. അതായത് നമ്മൾ ഒരു ഏത് കമ്മ്യൂണിറ്റിയിൽ ഏത് ഭാഗത്താണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്, ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നമുക്കറിയാം. ടൗണിലും നല്ല പേര് കേട്ട പ്ലേസിലൊക്കെ ആണെങ്കിൽ അവിടെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ധാരാളം ഉള്ളിടത്തൊക്കെയാണ് ഈ കമ്പനി ഫോം ചെയ്തിരിക്കുന്നതെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് അതിലുണ്ടാവും. അതോടൊപ്പം തന്നെ എന്താണ് ഈ ആപ്ലിക്കേഷൻസ് ധാരാളം അവര് സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. The result of past recruiting efforts which show the organization's capacity to locate and keep good performing people. അതായത് നമ്മുടെ റിസൾട്ട് റിക്രൂട്ടിംഗ് എഫേർട്സ് പണ്ട് വാഗ്ദാനം ചെയ്തതനുസരിച്ചിട്ട് തന്നെ അവര് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഫാസ്റ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് എഫേർട്ടുകളെല്ലാം സാധാരണയായിട്ട് എല്ലാ വ്യക്തിയും നമുക്കറിയാം. ഇപ്പോ ജോലി തിരഞ്ഞെടുക്കാനായിട്ട് നല്ല ടാലന്റഡ് ആയിട്ടുള്ള വ്യക്തികൾ അവര് കിട്ടിയോടൊന്നും പോയില്ല അവര് മാക്സിമം നല്ല കമ്പനി ഏതാണെന്ന് കണ്ടെത്തിയിട്ട് അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം തികഞ്ഞറിഞ്ഞിട്ട് മാത്രമേ അത്തരം കമ്പനികളിലേക്കൊക്കെ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യുകയുള്ളൂ. So the result fast recruiting efforts which show the organization's capacity to locate and keep good performing people. അത് ജനങ്ങളുടെ ഇടയിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്ന നല്ലൊരു കാര്യക്ഷമമായിട്ടുള്ള കമ്പനിയാണോ, അല്ലെങ്കിൽ പണ്ട് റിക്രൂട്ട്മെന്റ് കാര്യങ്ങൾ നടത്തിയപ്പോൾ ഉണ്ടായ വാഗ്ദാനങ്ങളെല്ലാം അവർ നിറവേറ്റിയിട്ടുണ്ടോ, അങ്ങനെ വ്യത്യസ്ത കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് ആപ്ലിക്കേഷൻസ് അവര് എന്താണ് എംപ്ലോയീസ് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് തയ്യാറാവുകയുള്ളൂ എന്നുള്ളത്. അതൊരു ഫാക്ടറാണ്. Then working atmosphere and salary and benefit packages offered by the organization which may influence the turnover and demand future recruiting. അതായത് നമുക്കറിയാം സാലറികളും ബെനിഫിറ്റുകളും അവർ വാഗ്ദാനം ചെയ്യുന്നതനുസരിച്ച് ആ പാക്കേജസ് ഒക്കെ പറയുന്നുണ്ടാവും. ആ പാക്കേജസ് എല്ലാം ഓഫർ ചെയ്യുന്നതനുസരിച്ചിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുന്നതാണോ പ്രചോദിപ്പിക്കുക. അതായത് ഓരോ ആപ്ലിക്കന്റിനെ പ്രചോദിപ്പിക്കുന്ന ഘടകങ്ങളാണ് ഇതെല്ലാം സാലറിയും ബെനിഫിറ്റ് പാക്കേജസ് എല്ലാം. അപ്പൊ അതെല്ലാം നോക്കിയിട്ടാണോ ഒരു ആപ്ലിക്കേഷൻസ് കൊടുക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കാനായിട്ട് എംപ്ലോയേഴ്സ് കാൻഡിഡേറ്റ്സ് തയ്യാറാവുകയുള്ളൂ എന്നുള്ളത്. Then growth with rate of organization. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നല്ല ഗ്രോത്ത് റേറ്റ് ഉണ്ടോ, അതായത് ആപ്ലിക്കേഷൻസ് സ്വീകരിക്കുന്നതനുസരിച്ചിട്ട് തന്നെ മതിയായ അപ്പോയിന്റ്മെന്റ്സ് അവർ കൊടുക്കുന്നുണ്ടോ, വെറുതെ ഇങ്ങനെ ആപ്ലിക്കേഷൻസ് സ്വീകരിച്ചിട്ട് പോണതാണോ, മതിയായ ഓഫറുകളെല്ലാം പാലിച്ചു പോകുന്ന അവരോ ഗ്രോത്തിങ് റേറ്റ്. നമുക്കറിയാം നമ്മൾ നേരത്തെ കണ്ട മിലിറ്ററി ആർമി എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മൾ കണ്ടായിരുന്നു അവരുടെ റിക്രൂട്ട്മെന്റ് എല്ലാവരും തയ്യാറാവും അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നവര് മാക്സിമം എഫോർട്ടോട് കൂടിയിട്ട് അവിടെ റിക്രൂട്ട്മെന്റ് നോക്കി ഇരുന്നിട്ട് അപ്ലൈ ചെയ്യും. അപ്പൊ അത് ഒരു കമ്പനി ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതിന്റെ ആ ഒരു ഓർഗനൈസേഷന്റെ ഗ്രോത്ത് റേറ്റ് അത് വളർച്ചാ നിരക്കെല്ലാം കണ്ടെത്തായിരിക്കും ആപ്ലിക്കേഷൻസ് എല്ലാം സബ്മിറ്റ് ചെയ്യുന്നത്. The level of seasonality of operations and future expansion and production programmers and അതായത് നമുക്കറിയാം
ഇവര് അല്ലെ വളർന്നു വരാനായിട്ടുള്ള സാധ്യതയുണ്ടോ, ഫ്യൂച്ചർ എക്സ്പാൻഷന് കമ്പനിയൊക്കെ ആണെങ്കിൽ വികസിപ്പിക്കാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഒക്കെ കൂട്ടാനായിട്ട് സാധ്യതയുണ്ടോ, അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്തിട്ടാണ് ആപ്ലിക്കേഷൻസ്. അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് റിക്രൂട്ട്മെന്റിനെ ബാധിക്കുന്നത്. കൾച്ചറൽ, എക്കണോമിക് ആൻഡ് ലീഗൽ ഫാക്ടേഴ്സ്. അറിയാം ഒരു സ്ഥാപനം അല്ലെ നല്ല ഒരു സ്ഥാപനമാണെന്ന് നമ്മളുടെ കൾച്ചർ, സ്റ്റാറ്റസ്, എക്കണോമിക്, അതായത് സാമ്പത്തികപരമായിട്ട് നഷ്ടത്തിലല്ല, വലിയ ലീഗൽ ഇഷ്യൂസുകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് പോകുന്ന സ്ഥാപനമാണോ എന്ന് എന്തായാലും നോക്കിയിട്ട് മാത്രമേ അല്ലെ, നഷ്ടത്തിലാവുന്നതും എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് ഉള്ള കമ്പനിയൊക്കെ ആണെങ്കിൽ ആരും അല്ലെ അതിലേക്കൊന്നും ആപ്ലിക്കേഷൻസ് കൊടുക്കില്ല. അതെല്ലാം ഒരു പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ആണ് റിക്രൂട്ട്മെന്റിനെ ബാധിക്കുന്നത്. നോക്കാം, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാമോ? ഓക്കെ, ഡൗട്ടുകളൊന്നുമില്ല. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് സ്റ്റെപ്സ് ഓൺ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ്. എന്തൊക്കെ സ്റ്റെപ്പുകളാണ് ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സുമായിട്ട് വരുന്നത്? പേഴ്സണൽ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കൺസിസ്റ്റ് ഓഫ് 5 എലമെന്റ്സ്. 5 എലമെന്റ് അല്ലെ, 5 രീതിയിലാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. ഫസ്റ്റ് വൺ റിക്രൂട്ട്മെന്റ് പോളിസി, ദെൻ സെക്കൻഡ് റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ, ദെൻ ഫോർകാസ്റ്റ് ഓഫ് മാൻപവർ റിക്വയർമെന്റ്സ്, ഡെവലപ്മെന്റ് ഓഫ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? റിക്രൂട്ട്മെന്റ് പോളിസി. Recruitment policy. A recruitment policy is a declaration on how you hire. It defines your company's preferred hiring practice and encourage consistency with your employees recruiting process. അതായത് നമ്മളൊരു ഡിക്ലറേഷൻ അല്ലെ നമ്മൾ ഉണ്ടാക്കുകയാണ്, നടപടി വരികയാണ്, റിക്രൂട്ട്മെന്റ് നടപടി അത് എങ്ങനെയാണ് നമ്മൾ ഹയർ ചെയ്യുന്നത് അല്ലെ നേടിയെടുക്കുന്നത് എന്നുള്ള ആ ഒരു പോളിസി ഉണ്ടാക്കുകയാണ്. It defines company preferred hiring practice and encouraging consistency with your employees recruiting process. അത് റിക്രൂട്ടിംഗ് പ്രോസസ്സ് വഴിയായിട്ടാണ് ഇതിന്റെ എൻകറേജ് ചെയ്യാനായിട്ട് അവർ തയ്യാറാകുന്നത്. അതിന്റെ ലാസ്റ്റ് പോയിന്റുകളാണ് പ്രധാനപ്പെട്ടത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണെന്നുള്ളത്. നമുക്ക് പാരഗ്രാഫ് ഒന്ന് ജസ്റ്റ് വായിച്ചു വരാം. അതായത് ഇതിൽ പറയുന്നത് such as a policy declares the objectives of the recruitment and provides a framework of implementation of the recruitment program in the form of procedures. In this broad sense, a recruitment policy sense involves a commitment by the employer to such general principles as. അതായത് ഇവിടെ ഒരു പോളിസി തയ്യാറാക്കേണ്ടതുണ്ട് അല്ലെ, റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഒരു പോളിസി, ഒരു നയം ഉണ്ടാക്കേണ്ടതുണ്ട്. അതിലെ ആ നയം എന്നുള്ളത് സാധാരണയായിട്ട് മാനേജ്മെന്റ്, എംപ്ലോയർ, തൊഴിലുടമ 3 അല്ലെ ഇത്തരം തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ നയങ്ങളെല്ലാം രൂപീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പാരഗ്രാഫ് ഒന്ന് ജസ്റ്റ് വായിച്ചിട്ട് പറയാന്ന് പറയുന്നത്. അതായത് ഈ പ്രിൻസിപ്പിൾസ്, ഏതൊക്കെ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തിട്ടാണ് ഈ നയങ്ങൾ രൂപീകരിക്കുന്നത്? ടു സെലക്ട് ആൻഡ് എംപ്ലോയ് ദ ബെസ്റ്റ് ക്വാളിഫൈഡ് പേഴ്സൺ ഫോർ ഈച്ച് ജോബ്. അതായത് ഇവരുടെ നയങ്ങളില് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് ഇവര് മനസ്സിലായി അല്ലെ, എംപ്ലോയറെ കാത്തു സൂക്ഷിക്കുക, തൊഴിലുടമ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഘടകം എന്താണ്? ഏറ്റവും നല്ല ഒരു തൊഴിലാളിയെ ഇവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്യണം. നമ്മുടെ സ്ഥാപനത്തിന് ഏറ്റവും അനുയോജ്യമായ, ഏറ്റവും നല്ല എബിലിറ്റിയും കഴിവും എല്ലാം ഉള്ള, നോളജും എല്ലാം ഉള്ള ഒരു പേഴ്സൺസിനെ ആയിരിക്കണം ഇവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു പ്രിൻസിപ്പിളാണ് ആദ്യമായിട്ട് നയങ്ങൾ രൂപീകരിക്കുമ്പോൾ അവരുടെ മൈൻഡിലുള്ളത്. The next, to employ the best and most promising of those hired. അതുകൊണ്ട് തന്നെ അവരെന്താണ് ഈ ഒരു പ്രിൻസിപ്പിൾ തത്വം പറയുന്നത്?
ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല വ്യക്തികൾ ഇവിടേക്ക് ആപ്ലിക്കേഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെന്താണ് കുറെ പ്രോമിസസ്, കുറെ വാഗ്ദാനങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് കൊടുക്കും. അതായത് നമ്മളെ കമ്പനിയിൽ വർക്ക് ചെയ്ത 3 മാസം, നമുക്കറിയാം ചില കമ്പനികളൊക്കെ എന്താണ് കുറച്ച് നാള് ലീവ് വിത്തൊക്കെ ആയിരിക്കും അല്ലെ, 6 മാസം വർക്ക് ചെയ്ത് 1 മാസം ലീവാണ്, അല്ലെങ്കിൽ ഇത്രയും സമയം ഓവർ ടൈം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ ലീവ് കിട്ടും, അതല്ലെങ്കിൽ സാലറിയുമായി ബന്ധപ്പെട്ട ഇൻക്രിമെന്റ് ഉണ്ട്, മറ്റു കോമ്പൻസേഷൻ ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് ഇൻഷുറൻസ് പോളിസികളൊക്കെ നമുക്ക് വലിയ പ്രശ്നങ്ങളോ അല്ലെ എന്തെങ്കിലും ഫാമിലിക്ക് ഇൻഷുറൻസ് ഒക്കെ ക്ലെയിം ഒക്കെ കിട്ടും. അങ്ങനെ പല പല വാഗ്ദാനങ്ങൾ അവര് അല്ലെ അവർക്ക് വേണ്ടിയിട്ട് വാഗ്ദാനങ്ങൾ ചെയ്യും. എന്താണ് കുറെ ആപ്ലിക്കേഷൻസ് നമ്മുടെ കമ്പനിയിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഏറ്റവും നല്ല പേഴ്സണെ കണ്ടെത്തുക എന്നുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ലക്ഷ്യമാണ് ഇവരുടെ. നെക്സ്റ്റ് അതിന് വേണ്ടിയിട്ട് അവരെന്താണ് കുറെ കാര്യങ്ങള് വാഗ്ദാനങ്ങളൊക്കെ പ്രോമിസുകളൊക്കെ കൊടുക്കുമെന്നുള്ളത്. Then third, to offer favorable opportunities for a lifetime working careers and അതായത് ഇവരെ നല്ല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ അല്ലെ നിങ്ങൾ ഇനിയും നിങ്ങളുടെ ഭാവി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ്, നല്ല നല്ല അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടും എന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ ഇവര് പറയും. നേരത്തെ പറഞ്ഞ മാതിരി കുറച്ച് എന്താണ് ഫിനാൻഷ്യലി അല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യലി മോട്ടിവേഷൻസ് മാത്രമല്ല, അവരുടെ ഭാവി അല്ലെ ലൈഫ് ടൈം വർക്കിംഗ്, അവരുടെ ജീവിതകാലം മുഴുവൻ അവർക്ക് നല്ല നല്ല ഫേവറബിൾ ആയിട്ടുള്ള അവസരങ്ങൾ അവിടെ ആ കമ്പനി വാഗ്ദാനം ചെയ്യുന്നു. Then to provide a programs and facilities for personal growth on the job. അതായത് ഇത് നല്ല അല്ലെ നല്ല കരിയർ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാം എന്ന് പറയുന്ന മാതിരി തന്നെ പേഴ്സണൽ വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് വളർത്തിയെടുക്കുക, നിങ്ങളുടെ അല്ലെ നിങ്ങളുടെ ലൈഫില് ആ ജോലിയെല്ലാം വ്യക്തിപരമായിട്ട് നിങ്ങളെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നു തരുന്ന വാഗ്ദാനങ്ങളെല്ലാം. അങ്ങനെയുള്ള പ്രിൻസിപ്പിൾസ് എല്ലാം ഫോളോ ചെയ്തിട്ട് കുറച്ച് പോളിസികള് റിക്രൂട്ട്മെന്റ് നയങ്ങള് തയ്യാറാക്കുക എന്നതാണ് ഫസ്റ്റ് പ്രോസസ്. ഓക്കെ, ഈ പ്രിൻസിപ്പിൾസ് എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് അല്ലെ തൊഴിലുടമ മനസ്സിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കുറെ പോളിസികളെല്ലാം ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് മുകളിലേക്ക് നോക്കാം. റിക്രൂട്ട്മെന്റ് പോളിസീസ് ഡിക്ലറേഷൻ ഓൺ ഹൗ യു ഹയർ, എങ്ങനെയാണ് അത് നേടിയെടുക്കുക എന്നുള്ള ഒരു ഡിക്ലറേഷൻ അല്ലെ പ്രഖ്യാപനമാണ് ഇവിടെ ഉണ്ടാകുന്നത്. It defines your company's preferred hiring practice and encourages consistency with your employee recruiting process. അതായത് റിക്രൂട്ട്മെന്റ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട് അവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങളെല്ലാം അതിനകത്ത് പ്രിഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും. സച്ച് എ പോളിസി ഡിക്ലെയർസ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ റിക്രൂട്ട്മെന്റ്, അതായത് അതില് ഡിക്ലെയർ ചെയ്യുന്നു, പ്രഖ്യാപിക്കുന്ന എന്താണ് റിക്രൂട്ട്മെന്റിന്റെ ലക്ഷ്യം എന്താണ്, and provide a framework of implementation of the recruitment program in the form of a procedure. അതായത് ഒരു ഫോമോ അതിന്റെ നടപടിക്രമങ്ങളെല്ലാം കൃത്യമായിട്ട് കൊടുക്കും. അത് നടപ്പാക്കിയിട്ടാണ് റിക്രൂട്ട്മെന്റ് അല്ലെ നമ്മൾ ഒരു ഫോം ഒക്കെ ഫില്ല് ചെയ്ത റിക്രൂട്ട്മെന്റിലേക്ക് നടപടികൾ വരുന്നത്. അപ്പൊ അവര് കുറെ വാഗ്ദാനങ്ങളും ഇതുകളെല്ലാം അതിനോടൊപ്പം തന്നെ പോളിസി നയങ്ങളെല്ലാം കൂട്ടിച്ചേർത്തിട്ടുണ്ടാവും. അതാണ് പൊതുവെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത് റിക്രൂട്ട്മെന്റ് പോളിസി. അപ്പൊ നമ്മൾ ഈ പോളിസി തയ്യാറാക്കുമ്പോൾ ഇത്തരത്തിലുള്ള അല്ലെ നമ്മൾ നയങ്ങളൊക്കെ രൂപീകരിക്കുമ്പോൾ അവരുടെ മൈൻഡിൽ ഇന്ന ആശയങ്ങൾ പ്രിൻസിപ്പിൾസ് വെച്ചിട്ടായിരിക്കും ഈ നയങ്ങൾ രൂപീകരിക്കുക. അതായത് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സണെ കണ്ടെത്തണം, അവർക്ക് എന്താണ് കുറെ വാഗ്ദാനങ്ങൾ കൊടുക്കുക, ആ വാഗ്ദാനങ്ങളിൽ അവർക്ക് എന്താണ് ലൈഫ് ടൈം ഇവിടെ വർക്ക് ചെയ്യാനുള്ള വാഗ്ദാനം കൊടുക്കുക, അതോടൊപ്പം തന്നെ അവർക്ക് വ്യക്തിപരമായിട്ട് അവരുടെ നോളജ് സ്കില്ലും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നുള്ള വാഗ്ദാനങ്ങളെല്ലാം കൊടുക്കാറുണ്ട്. Okay, then next recruitment organization. എന്താണ് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം? There is no general procedure for hiring new staff which is applicable to all business enterprise. Each enterprise has its customized procedure which brings it is the desired quantity and quality of manpower at the minimum possible cost. അതായത് ഇതില് പ്രധാനമായിട്ടും പറയുന്നത് ഈ റിക്രൂട്ട്മെന്റ് പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതൊന്നും പ്രത്യേക അല്ലെ ഓരോ കമ്പനികൾക്ക് പ്രത്യേക മാനദണ്ഡങ്ങളൊന്നുമില്ല. അവർക്ക് അവരുടെ ഓരോ കമ്പനിക്ക് തോന്നുന്ന തരത്തിൽ തന്നെ ഇത് നമുക്ക് തയ്യാറാക്കാം എന്നുള്ളതാണ്. അതായത് ഇതില് ടു ഓൾ ദ ബിസിനസ് എന്റർപ്രൈസസ് there is no general procedure. അതായത് എല്ലാവരും പാലിക്കേണ്ട ഒരു ജനറൽ നടപടിക്രമങ്ങളോ ഒന്നുമില്ല റിക്രൂട്ട്മെന്റ് തയ്യാറാക്കുന്നതിന്. ഓരോ കമ്പനിക്കും തോന്നുന്ന രീതിയിൽ അവർക്ക് റിക്രൂട്ട്മെന്റ് നടപടിക്രമങ്ങൾ നടത്താം, വാഗ്ദാനങ്ങൾ കൊടുക്കാം, അവരെ നമ്മുടെ ഫേമിലേക്ക് ആകർഷിക്കാം എന്നുള്ളതാണ്. അപ്പൊ ഈച്ച് എന്റർപ്രൈസ് ഹാസ് ഇസ് കസ്റ്റമൈസ്ഡ് പ്രൊസീജിയർ വിച്ച് ബ്രിങ്സ് ഇറ്റ് ഇസ് ഡിസൈർഡ് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് മാൻപവർ. അതെ, നമുക്ക് നല്ല തൊഴിലാളികളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് എത്രത്തോളം എണ്ണം തൊഴിലാളികളുണ്ടോ അത്രത്തോളം എണ്ണം തൊഴിലാളികളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു മിനിമം പോസിബിൾ കോസ്റ്റ് ചെലവഴിച്ചിട്ട് നിശ്ചിത ശതമാനം ചെലവ്
അതിലേക്ക് വിട്ടിട്ട് റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ആപ്ലിക്കേഷൻസ് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷനിൽ പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ അതായത് ആ ഒരു രീതി മനസ്സിലായി. അതായത് എക്സ്പെൻസ് കൂട്ടി അല്ലെ, റിക്രൂട്ട്മെന്റ് പ്രവർത്തനത്തിന് ഒരുപാട് ചെലവഴിക്കേണ്ട കാര്യമില്ല, പക്ഷെ അവരെ ആകർഷിക്കാൻ പറ്റുന്ന വാഗ്ദാനങ്ങളെല്ലാം പ്രദാനം ചെയ്തുകൊണ്ട് റിക്രൂട്ട്മെന്റ് നടപടി എടുക്കാം എന്നുള്ളതാണ്. നെക്സ്റ്റ് എന്താണ് ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സ്. ഇതിലെന്താ പറയുന്നത്, എ റിക്വസിഷൻ ഓർ ഇന്റന്റ് ഫോർ റിക്രൂട്ട്മെന്റ് ഷുഡ് ബി സബ്മിറ്റഡ് ബൈ ദ ലൈൻ ഒഫീഷ്യൽ. അതായത് പൊതുവെ നമ്മൾ റിക്രൂട്ട്മെന്റ് ശ്രേണി അല്ലെ, നമ്മൾ ആളുടെ റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഒരു ഒഫീഷ്യലായിട്ട് ഒരു ഫോർകാസ്റ്റ് നമ്മൾ നടത്തേണ്ടതുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അപേക്ഷ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥികളുടെ ഇടയിൽ നിന്ന് നമുക്ക് അപേക്ഷകൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ അത് അഭ്യർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. The intent should be then checked against the post allotted to the department branch or branch. അതായത് നമ്മൾ ഏതൊരു ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ടാണോ നമ്മൾ എന്താണ് ഇങ്ങനെയുള്ള റിക്രൂട്ട്മെന്റ് തയ്യാറാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇഫ് ദ ഇന്റന്റ് ആർ ഫോണ്ട് കറക്റ്റ്. സാധാരണയായിട്ട് നമുക്കറിയാം മേലുദ്യോഗസ്ഥരാണ് അല്ലെ ഇങ്ങനെ കണ്ടെത്തുന്നത്, ഇങ്ങനെയുള്ള വേക്കൻസികളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ മാനേജേഴ്സിനെ അവരറിയാം, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ നമുക്കറിയാം അവരായിരിക്കും ഇങ്ങനെയുള്ള വേക്കൻസികളെല്ലാം ഉണ്ട് എന്നുള്ളത്. അപ്പൊ അത് മാനേജ്മെന്റിനെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള വേക്കൻസികൾ ഉണ്ട് എന്നുള്ളത്. എന്നിട്ട് എന്താണ് ഈ ഇങ്ങനെയുള്ള ഈ ഇതുകൾ അത് കൃത്യമാണോ എന്ന് അവർക്ക് നോട്ട് ചെയ്യണം അല്ലെ, മാനേജ്മെന്റിന് നോട്ട് ചെയ്യണം. ഇഫ് ദ ഇന്റന്റ് ആർ ഫൗണ്ട് കറക്റ്റ്, ദ പ്രൊപ്പോസ്ഡ് റിക്രൂട്ട്മെന്റ്സ് ആർ ഓതറൈസ്ഡ് ആൻഡ് ദ initial pay, the scale and other admissible allowances are desired. അപ്പൊ അതുകൊണ്ട് തന്നെ റിക്രൂട്ട്മെന്റ് നടത്തേണ്ടതുണ്ട്. അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള അല്ലെ ചോദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അലവൻസുകളും അല്ലെങ്കിൽ സാലറി ഏത് തരത്തിലുള്ള വേക്കന്റ് ആണോ ആ വേക്കന്റിന് അനുസൃതമായിട്ടുള്ള സാലറിയും അലവൻസുകളും അങ്ങനെ മറ്റെന്തെങ്കിലുമൊക്കെ വാഗ്ദാനങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മാനേജ്മെന്റിൽ നിന്ന് കിട്ടേണ്ടതുണ്ട്. The job specification and the man specifications are desired in the consultation with the line managers. അപ്പൊ അവരുടെ മാനേജ്മെന്റ് നമുക്കറിയാം ഒരു അല്ലെ ഏതൊരു ടോപ്പ് ലെവലിലും എവിടെയാണ് ഗ്യാപ്പ് വരുന്നതെന്ന് അത് കൃത്യമായിട്ട് തന്നെ ഇൻഫോം ചെയ്യുമ്പോൾ അവർ വരുമ്പോൾ കൃത്യമായിട്ട് തന്നെ ഓക്കെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അവർക്ക് ഏത് തരത്തിലുള്ള കൂലിയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, അവർക്ക് എന്തൊക്കെ കോമ്പൻസേഷൻ ഒക്കെ കൊടുക്കണം, അതെല്ലാം അല്ലെ കിട്ടിയാൽ മാത്രമേ റിക്രൂട്ട്മെന്റിന് പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ നമുക്കറിയാം ഇന്ന പോസ്റ്റുള്ള വേക്കൻസിക്ക് ഇന്ന സാലറി അവർക്ക് കിട്ടും, ഇന്ന അലവൻസുകൾ അവർ വാഗ്ദാനം ചെയ്യും. അപ്പൊ അത് ആദ്യം തന്നെ മാനേജ്മെന്റിനെ അറിയിക്കേണ്ടതുണ്ട്. ഈ റിക്വിസിഷൻ ഓർ ആൻ ഇന്റന്റ് ഫോർ റിക്രൂട്ട്മെന്റ് ഷുഡ് ബി സബ്മിറ്റഡ് ബൈ ദ ലൈൻ ഒഫീഷ്യൽ. അത് ഒഫീഷ്യലായിട്ട് തന്നെ മാനേജ്മെന്റിനെ സമർപ്പിക്കേണ്ടതുണ്ട്. ദെൻ അവരെ നോക്കും, ഓക്കെ ഇങ്ങനെ ഒരു വേക്കൻസി ഒക്കെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഓക്കെ ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അവരിങ്ങനെ വാഗ്ദാനങ്ങൾ ഓക്കെ ഇന്ന അലവൻസ് കൊടുക്കണം, ഇന്ന പേയ്മെന്റ്സ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കും. അത് സ്പെസിഫൈഡ് അല്ലെ, ഇത് വേക്കൻസി ആണ്. ജോബ് സ്പെസിഫിക്കേഷൻ ആൻഡ് മാൻ സ്പെസിഫിക്കേഷൻ, അതായത് ഏത് തരത്തിലുള്ള ജോലിയാണോ അവിടെ ഏത് തരത്തിലുള്ള വ്യക്തികളാണ് അപ്പോയിന്റ്മെന്റ് വിധിക്കേണ്ടത് അത് കൃത്യമായിട്ട് കൺസൾട്ടേഷൻ അല്ലെ കൺസൾട്ടേഷൻ വിരുദ്ധ ലൈൻ മാനേജേഴ്സ് അവർ തമ്മിൽ ആലോചിച്ച് ഉറപ്പിച്ചാണ് അത് തീരുമാനമെടുക്കേണ്ടത്. ദെൻ ഡെവലപ്മെന്റ് ഓഫ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ഒന്നുകൂടി എടുക്കാലോ, എങ്ങനെ ക്ലിയർ ആണോ ഒന്നുകൂടി പറയാമോ എന്ന് ചോദിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം, ഞാൻ ഒന്നുകൂടി പറയാം. നോക്കാം. Forecast of a manpower requirements. Forecast of a manpower requirements പ്രധാനമായിട്ടും പറയുന്നത് നമ്മള് മനുഷ്യന്റെ വിഭവശേഷിയെ അല്ലെ എത്രത്തോളം റിക്വയർ ചെയ്യാനായിട്ട് വരുന്നുണ്ട്, അവിടെ എത്രത്തോളം വേക്കൻസികൾ വരാനായിട്ടുള്ള സാധ്യത മുൻകൂട്ടി കണ്ടെത്തേണ്ടതുണ്ട്. Requisition or an intent for a recruitment should be submitted by the line official.
അതായത് മേലുദ്യോഗസ്ഥർക്കാണ് ഇങ്ങനെ സബ്മിറ്റ് ചെയ്യുക, ഇവിടെയുള്ള വേക്കൻസികൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള റിക്വസ്റ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ എന്ന് പറഞ്ഞ സൂചനകൾ അത് കൃത്യമായിട്ട് തന്നെ മേലുദ്യോഗസ്ഥർക്ക് സബ്മിറ്റ് ചെയ്യുന്നു. ദ ഇന്റന്റ് ഷുഡ് ബി ദെൻ ചെക്ക്ഡ് അഗേൻസ്റ്റ് ദ പോസ്റ്റ് അലോട്ടഡ് ടു ദ ഡിപ്പാർട്ട്മെന്റ് ബ്രാഞ്ച്. അപ്പൊ അവരെന്താണ് അങ്ങനെ ഒരു വേക്കൻസി വരാൻ സാധ്യതയുണ്ടെന്ന് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് ബ്രാഞ്ച് പോസ്റ്റുകൾ അലോട്ട് ചെയ്യാനോ ഒക്കെ ഉണ്ട് എങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഏതൊക്കെ അല്ലെ പോസ്റ്റുകളാണ് വേക്കന്റ് ആയെന്നുള്ള കാര്യം അവരെ അറിയിക്കുന്നു, അവരത് ചെക്ക് ചെയ്യുന്നു. Then if the intent are found correct, the proposed recruitment are authorized and the initial pay, the scale and other administrative are decided. അപ്പൊ അവര് കറക്റ്റ് ആണ് എന്ന് അല്ലെ മേലുദ്യോഗസ്ഥർ കണ്ടെത്തുകയാണ്. അങ്ങനെ മാനേജേഴ്സ് ആയിരിക്കാം ഒരു പക്ഷെ അവർ കണ്ടെത്തുകയാണ് ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ട് എന്നുള്ള കാര്യം അവർ കറക്റ്റ് ആണെന്ന് കണ്ടെത്തി. ദെൻ എന്താണ് പ്രൊപ്പോസ്ഡ് റിക്രൂട്ട്മെന്റ്, അവര് അതിനപ്പോ റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് അവർ അനുമതി കൊടുക്കുകയാണ്, ഓതറൈസ്ഡ് അതിന് ഉള്ള അംഗീകാരം കൊടുക്കുന്നു. അതിന്റെ ഇനീഷ്യൽ പേ അതിന് മുൻപേ എടുക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു വേക്കൻസിയുടെ സ്കെയിൽ എന്തോരാണ്, അതിന്റെ അലവൻസുകളൊക്കെ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. In the end, job specification and man specifications are decided in the consultation with the line managers. അപ്പൊ ഏത് തരം ജോലിയാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടു. ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അല്ലെ ജോലിയെ സംബന്ധിച്ച് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളുണ്ട്, എന്തൊക്കെ മെഷീൻ ഉപയോഗിക്കണം, എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. മാൻ സ്പെസിഫിക്കേഷൻ ഏത് തരത്തിലുള്ള വ്യക്തിയാണ് അവിടെ ജോലി ചെയ്യേണ്ടത്, എത്രത്തോളം കഴിവുള്ള വ്യക്തിയാണ് ആ വ്യക്തിക്ക് ഫില്ല് ചെയ്യാനായിട്ട് പറ്റുക, അവർക്ക് എന്തൊക്കെ എബിലിറ്റി വേണം, അങ്ങനെ മാൻ സ്പെസിഫിക്കേഷൻ അതായത് അവിടെ വരാൻ സാധ്യതയുള്ള തൊഴിലാളിയുടെ പ്രത്യേകതകളെല്ലാം തന്നെ തീരുമാനിക്കുക വിത്ത് കൺസൾട്ട് വിത്ത് എന്താണ് ലൈൻ മാനേജേഴ്സ്, ഈ മാനേജേഴ്സ് ആയിട്ട് കൺസൾട്ട് ചെയ്തിട്ട് തീരുമാനം എടുക്കേണ്ട ഒരു പ്രവർത്തനമാണ്. ഓക്കെ, ഫോർകാസ്റ്റ് ആൻഡ് മാൻ റിക്വയർമെന്റ്സ്. ആ പ്രോസസ് മനസ്സിലായോ? അപ്പൊ ഇനി ഒരു മിനിറ്റേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ വായിച്ചു നോക്കാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? വേറെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? താങ്ക് യു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്